നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് വിട നൽകാനൊരുങ്ങി കേരളം. തൂലിക കൊണ്ട് തലമുറകൾക്കായി കഥാവിസ്മയം തീർത്ത കഥാകാരനെ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കോഴിക്കോട് നടക്കാവിലെ സിദ്ധാരയിലെത്തിയത്. കണ്ണീരണിഞ്ഞും കൈകൂപ്പിയും അവർ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു. വൈകിട്ട് 5-ന് കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സിദ്ധാരയിൽ നിന്ന് ആരംഭിക്കുന്ന അന്ത്യയാത്ര കൊട്ടാരം റോഡ്, നടക്കാവ് മനോരമ ജംഗ്ഷൻ, ബാങ്ക് റോഡ്, KSRTC ബസ് സ്റ്റാൻഡ് വഴിയായിരിക്കും ശ്മശാനത്തിലേക്ക് എത്തിക്കുക. സഹോദരന്റെ മകൻ T. സതീശൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കും. കാറ്റത്ത് ഒരു തിരുനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മരണം എന്ന സത്യത്തെക്കുറിച്ച് ഇത്രയും ലളിതമായി പറഞ്ഞ കഥാകാരന്റെ സംസ്കാരം നടക്കുന്നത് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന പേരിട്ട പുതുക്കി പണിത പൊതുശ്മശാനത്തിലാണ്. ശ്മശാനം പുതുക്കി പണിതിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അവിടേക്കുള്ള ആദ്യ വിലാപയാത്ര MTയുടേതാണ്. MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിരുന്നു. MTയോടുള്ള ആദരസൂചകമായി 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ നേരം പുലരും മുൻപേ മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛനെ അവസാനമായി കാണാൻ നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താരയിലേക്ക് ഒഴുകിയെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ പ്രിയപ്പെട്ട സാഹിത്യകാരന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ചലച്ചിത്ര ലോകത്ത് അനശ്വര കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ MTയെ കാണാൻ നടൻ മോഹൻലാൽ നേരം പുലരും മുൻപേ എത്തി. വല്ലാത്ത നഷ്ടബോധത്തോടെ അദ്ദേഹം MTയുടെ അടുത്ത് ചുമരിൽ ചാരി ഏറെ നേരം നിന്നു. ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് MT എന്ന് മോഹൻലാൽ പറഞ്ഞു. MTയുമായി നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു. എൻ്റെ നാടകങ്ങൾ കാണാൻ അദ്ദേഹം എത്തിയിരുന്നു. വൈകാരികമായ അടുപ്പമായിരുന്നു അദ്ദേഹവുമായി ഉണ്ടായിരുന്നത്. ഓളവും തീരവുമാണ് അവസാനം അഭിനയിച്ച ചിത്രമെന്നും മോഹൻലാൽ പറഞ്ഞു. MTയുടെ കഥകളെയും കഥാപാത്രങ്ങളെയും വെള്ളിത്തിരയിൽ അത്രമേൽ ചാരുതയോടെ പകർത്തിയ ഹരിഹരൻ നിറകണ്ണുകളുമായി MTയുടെ മൃതദേഹത്തെ വലം വെച്ചു. കാൽപാദത്തിൽ തൊട്ടു നിലത്തിരുന്നു. തുടർന്ന് മകൾ അശ്വതിയുടെ അടുത്തെത്തി ആശ്വസിപ്പിച്ചു. അവർക്കൊപ്പം മൂകനായിരുന്നു. സിനിമയിലും എഴുത്തിന്റെ വീരഗാഥ തീർത്ത പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനെത്തിയ സംവിധായകൻ ഹരിഹരന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. യാത്രയാക്കുന്ന പോലെ കാൽക്കൽ കുറേ നേരം നോക്കി നിന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയും രാവിലെ തന്നെ ഗുരുതുല്യനായ MTയെ കാണാനെത്തി. MTയുടെ മൗനം തന്നെ വാചാലമെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു. ഒരുപാട് അർത്ഥതലമുണ്ടാകും അതിന്. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ്. വിവാദങ്ങളിലൊന്നും പെടാതെ അദ്ദേഹം മാറി നിന്നു. മലയാളത്തെ വിശ്വസാഹിത്യത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ രാഷ്ട്രീയത്തിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ വാത്സല്യം ഒരുപാട് ഏറ്റുവാങ്ങിയ ആളാണ് താനെന്നും ശ്രീധരൻ പിള്ള പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസും രാവിലെ എത്തി. മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് MT എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സാഹിത്യത്തിലൂടെയും സിനിമയിലൂടെയും മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്ത അടയാളങ്ങൾ കോറിയിട്ട MTയെ കാണാൻ ആബാലവൃദ്ധം സിത്താരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളിൽ ഋതുസമ്മിശ്രകാലമാണ് MT. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും സാധാരണക്കാരും ഒഴുകിയെത്തിയത്. മലയാളത്തിന്റെ അക്ഷര വെളിച്ചത്തിന് ആദരമർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. സാഹിത്യ തറവാട്ടിലെ കാർന്നോർക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമകാലികരും പുതുതലമുറ എഴുത്തുകാരും എത്തി. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായ എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും MT സംവിധാനം ചെയ്തിട്ടുണ്ട്. 2005-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ നേടി. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. ഭാര്യ കലാമണ്ഡലം സരസ്വതി. സിത്താര, അശ്വതി എന്നിവർ മക്കളാണ്.